നെഹമ്യ 1-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മതിൽ പുനരുദ്ധീകരിക്കുന്നു. പ്രധാന പുരോഹിതനായ യാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ഗതഗോപുരവും ഹനേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു. ഹസ്സേനായുടെ പുത്രന്മാർ മത്സ കവാടം പണിത് അതിനുത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഈറിയയുടെ പുത്രൻ മെറോമോത്ത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷാസബേലിന്റെ പുത്രനായ ബെറാക്കിയായുടെ പുത്രൻ മെഷുലാം പണിതു. അടുത്ത ഭാഗം ബനായുടെ പുത്രൻ സദോക് പുതുക്കി പണിതു. നെരിക്കോ വക്കാരനാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി ബഹുദന്മാർ ചെയ്തില്ല. പാസയായുടെ പുത്രൻ യാദായും ബാസൈദായുടെ പുത്രൻ മെഷുല്ലായും കൂടെ പ്രാചീന കവാടം പുതുക്കി പണിതത് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബയോൻകാരനായ മുക്തിയാലും മെറോനോത്യനായ യാദോനും ഗിബിയോനിലെയും മിസ്പയിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. ഇവർ നദിക്കരയുള്ള ദേശത്തിന്റെ അധിപന്മാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ ഹർഹായുയുടെ പുത്രൻ ഇസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാല മതിൽ വരെ ജെറുസലേം പുനരുദ്ധീകരിച്ചു. ജെറുസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറുമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഷനബനായോയുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹറാമിന്റെ പുത്രൻ മൽക്കിയായും പഹാത്ത് മോവാബിന്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചുറ്റുമുള്ള ചുളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറുസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹലോഷേഷിന്റെ പുത്രൻ ഷല്ലൂം പുത്രിമാരും പണിതു. ഹനൂനും സനോന നിവാസികളും താഴ്വര കവാടം പുതുക്കി. അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബത്ലഹേറൈം പ്രദേശത്തിന്റെ അധിപനും റെബാബോവിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കി പണിതത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും കൊൽഹോസായുടെ പുത്രനുമായ ഷല്ലു ഉറവാതിൽ പുതുക്കി മേന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയ ഔദാര്യ ഇനത്തിലെ ഷേലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്ക് ഇറങ്ങുന്ന കോണിപ്പടി വരെ പണി തീർത്തു. ബെത്സൂറിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബൂക്കിന്റെ പുത്രനുമായ നെഹമ്യ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമ വാപ്പി വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കെഹ്ലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹഷാബിയ തന്റെ ദേശത്തെ പ്രതിദാനം ചെയ്തു പണി നടത്തി. തുടർന്നുള്ള ഭാഗം കെഹ്ലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനാദാദിന്റെ പുത്രനുമായ ബവായിയും ചർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പയുടെ ഭരണാധികാരിയും യശുവയുടെ പുത്രനുമായ ഏസൽ മതിൽ തിരിയുന്നിടത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ ഏലിയ ഷീബിന്റെ ഭവന കവാടം വരെ സബായിയുടെയും പുത്രൻ ബറൂഖ് പുതുക്കി പണിതു. അവിടെ മുതൽ ഷീബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഈറിയയുടെ പുത്രൻ മെറോമോത്ത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും ഷാഹൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനനിയായുടെ പുത്രനായ മസോയായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു. അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിനൂയി അസറിയായുടെ വീട് മുതൽ മതിൽ തിരിയുന്നത് വരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽപ്പടക്കാരന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഇസായിയുടെ പുത്രൻ പലാൽ പണിതു. പറോഷിന്റെ പുത്രൻ പദായായും ഓഫേൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിന് തള്ളി നിൽക്കുന്ന ഗോപുരത്തിനെതിരെയുള്ള ഭാഗം പുതുക്കി പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫെൽഫിത്തി വരെയുള്ള ഭാഗം തെക്കോ ഓവർ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മറിന്റെ പുത്രൻ സദോക് തന്റെ വീടിന് എതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കിനിയായുടെ പുത്രൻ ഷെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെമായിയായുടെ പുത്രൻ ഹനാനിയായും സാലാഫിന്റെ 6ാമത്തെ പുത്രൻ ഹനൂനും പുതുക്കി പണിതു. ബാറക്കിയായുടെ പുത്രൻ മെഷൂലാം തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു. അതിനുശേഷം സ്വർണ്ണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചുകൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടെ മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.